നമസ്കാരം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതിൽ കേരളത്തിലെ ജയിൽ വകുപ്പിൻ്റെ ഘടനയും പ്രവർത്തനവും എന്ന സബ് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ ഭാഗത്ത് 5 മാർക്കുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ 2 ചോദ്യങ്ങളെങ്കിലും ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കുക. അതുപോലെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആസ്ഥ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 85 രൂപ വിലയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രമുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. അതിനു മുമ്പ് നേരത്തെ പഠിച്ച ചില കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ജയിൽ വകുപ്പിൻ്റെ പ്രവർത്തനവും ഘടനയും പഠിക്കുമ്പോൾ അതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമം ഏതാണ്? കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെൻറ്റ് ആക്ട് ആണ്, അല്ലേ? ഏത് കൊല്ലമാണ് അത് വന്നത്? 2010 ആ പറഞ്ഞ നിയമവുമായി ബന്ധപ്പെട്ട കേരള ജയിൽ ചട്ടങ്ങൾ നിലവിൽ വരുന്നത് എന്നാണ്? അത് 2014 അല്ലേ? അത് ഓർത്തു വയ്ക്കണം. അതുപോലെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പറഞ്ഞ നിയമത്തിൽ എത്ര അധ്യായങ്ങളാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. 20 അധ്യായങ്ങളാണുള്ളത്. 102 സെക്ഷൻസ് ഉണ്ട്. 20 അധ്യായങ്ങൾ, 102 സെക്ഷൻസ്, അല്ലേ? അതിലൊരു അധ്യായത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, അധ്യായം 3. അധ്യായം 3 എന്ത് കാര്യമാണ് പറഞ്ഞത്? ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അധ്യായം 3 പറഞ്ഞത്, അല്ലെ? അവിടെ ഒരു സെക്ഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്ഷൻ 11. അധ്യായം 3 സെക്ഷൻ 11 പറയുന്ന കാര്യം എന്താണ്? ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിനായിട്ട് ഒരു സ്റ്റേറ്റ് പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട്, ജയിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്നാണ് സെക്ഷൻ 11 പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അല്ലെ? ഇനി അതുപോലെ ശ്രദ്ധിച്ചു വെക്കേണ്ട മറ്റൊരു അധ്യായമുണ്ട്, അധ്യായം 16. അധ്യായം 16 പറയുന്ന കാര്യം എന്താണ്? പരോളിനെ കുറിച്ചാണ്. പരോളിനെ കുറിച്ചും പ്രീ മെച്യൂർ റിലീസിനെ കുറിച്ചുമാണ് അധ്യായം 16 പറയുന്നത്. ശ്രദ്ധിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട്, അതിൽ 20 അധ്യായങ്ങളുണ്ട്. അതിൽ ഏത് അധ്യായത്തിലാണ് പരോളിനെ കുറിച്ച്, പ്രീ മെച്യൂർ റിലീസിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് അധ്യായം 16 എന്താണ് പരോൾ എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു സാധാരണ ഐഡിയ ഉണ്ടായിരിക്കും, അല്ലെ? എല്ലാവർക്കും ഒരു സാധാരണ ഐഡിയ ഏതിനെ കുറിച്ച് കാണും? പരോളിനെ കുറിച്ച് കാണും. അതായത് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു തടവ് പുള്ളിയെ എന്താണ്, നിബന്ധനകളോടെ താൽക്കാലികമായിട്ട് പുറത്തു വിടുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പരോൾ എന്ന് വിളിക്കുന്നത്, അല്ലെ? ഇനി പ്രീ മെച്യൂർ റിലീസ് എന്ന് പറയുന്നത് എന്താണ്? പ്രീ മെച്യൂർ റിലീസ് എന്ന് പറയുന്നത് ആ തടവ് പുള്ളിയുടെ ശിക്ഷയിൽ ഇളവ് കൊടുത്തുകൊണ്ട് അയാളെ സ്ഥിരമായിട്ട് പുറത്തു വിടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രീ മെച്യൂർ റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ഈ നിയമത്തിലെ ഏത് അധ്യായത്തിലാണ് എന്ന് ചോദിച്ചാൽ അധ്യായം 16. അവിടെ നമുക്ക് ആദ്യം പരോളിലോട്ട് വരാം. പരോൾ എന്ന് പറയുന്ന പദം ശരിക്കും പറഞ്ഞാൽ അത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നുണ്ടായ ഒരു പദമാണ്. ഐ പ്രോമിസ് എന്നാണ്. ഞാൻ വാക്ക് നൽകുന്നു, ഞാൻ പ്രതിജ്ഞ നൽകുന്നു, അല്ലെങ്കിൽ ഞാൻ വാക്ക് നൽകുന്നു എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഏത്? ഫ്രഞ്ച് പദമാണ് ഏത്? പരോൾ. അപ്പോൾ അതും അറിഞ്ഞു വെക്കണം. പരോൾ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നുണ്ടായ പദമാണ്. ഐ പ്രോമിസ് എന്നുള്ളതാണ് ഫ്രഞ്ച് ഭാഷയിൽ ആ പദത്തിൻ്റെ അർത്ഥം. ഇനി അവിടെ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പരോൾ അനുവദിക്കുന്നത് ആര്? പരോൾ അനുവദിക്കുന്നത് ആര് എന്ന് ചോദിക്കുമ്പോൾ ചോയ്സിനകത്ത് DGP എന്ന് കൊടുത്തിരിക്കും, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് കൊടുത്തിരിക്കും, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് കൊടുത്തിരിക്കും, ജയിൽ സൂപ്രണ്ട് എന്ന് കൊടുത്തിരിക്കും. ഇതെല്ലാം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇവരാരുമല്ല പരോൾ അനുവദിക്കുന്നത്. പരോൾ അനുവദിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ സംസ്ഥാന സർക്കാരാണ്.
പരോൾ അനുവദിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ഞാൻ നേരത്തെ പ്രീ മെച്വർ റിലീസ് പറഞ്ഞു. അതായത് ശിക്ഷാ കാലാവധി കുറച്ച് ഒരാളെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു? വിട്ടയക്കുന്നു. അതിനെ പറയുന്നത് എന്താണ്? പ്രീ മെച്വർ റിലീസ്. അത് അനുവദിക്കുന്നതും ആരാണ്? അതും സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ പരോള് അതുപോലെ തന്നെ പ്രീ മെച്വർ റിലീസ് ഇത് അനുവദിക്കുന്നത് ആരെ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അവിടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് തന്നിരിക്കും, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് തന്നിരിക്കും, ജയിൽ സൂപ്രണ്ട് തന്നിരിക്കും, ജയിൽ ഉപദേശക സമിതി എന്നൊക്കെ തന്നിരിക്കും. അവരാരുമല്ല, ആരാണ്? സംസ്ഥാന സർക്കാരാണ്. ഉറപ്പിച്ചോണം, 1 മാർക്കാണ് ആ ഒരു പോയിന്റിന്. ഇനി അത് കഴിഞ്ഞിട്ട് പരോളുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിബന്ധനകൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ശിക്ഷാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളോടെ ഒരാളെ താൽക്കാലികമായിട്ട് വിട്ടയക്കുന്നു. അയാൾ തിരിച്ചു വരണം, അല്ലെ? അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പരോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് വയ്ക്കുക. വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. വ്യവസ്ഥകൾക്ക് വിധേയമായി. ഈ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാ കുറ്റവാളികൾക്കും എല്ലാ തടവ് പുള്ളികൾക്കും പരോൾ അനുവദിക്കുകയില്ല. ഒന്ന്, അയാൾ സൽസ്വഭാവിയായിരിക്കണം. പോയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പ് വേണം. സൽസ്വഭാവിയായിരിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്താണ്? മരണശിക്ഷയ്ക്ക്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരന് പരോളിന് അവകാശമില്ല, അല്ലെ? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾക്ക് എന്തിന്? പരോളിന് അവകാശമില്ല. അപ്പോ വ്യവസ്ഥകൾക്ക് വിധേയമായി എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വ്യവസ്ഥകൾ. സൽസ്വഭാവിയായിരിക്കണം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാവരുത്, അങ്ങനെയുള്ളവർക്ക് പരോൾ അനുവദിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു പ്രസ്താവന തന്നിരിക്കും, എല്ലാ തടവ് പുള്ളികൾക്കും പരോളിന് അവകാശമുണ്ട് എന്നൊരു വെറുതെ ഒരു പ്രസ്താവന തന്നിരിക്കും. അത് തെറ്റായ പ്രസ്താവനയാണ്. എല്ലാ തടവ് പുള്ളികൾക്കും പരോൾ അനുവദിക്കുകയില്ല. അപ്പോൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. കാലാവധിയുണ്ട്. പരോൾ അനുവദിക്കുന്നതിന് ഒരു കാലാവധിയുണ്ട്. ഉള്ള കാലത്തോളം പരോൾ അനുവദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം. ഇനി ഏത് സാഹചര്യത്തിലാണ് പരോൾ നൽകുന്നത്? അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായിട്ടുള്ള രോഗം, അല്ലെ? ഒരു തടവ് പുള്ളിയുടെ അടുത്ത ബന്ധുവിന് ഗുരുതരമായിട്ടുള്ള രോഗമാണ്, ഉടനെ തന്നെ മരണപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാം? പരോൾ അനുവദിക്കാം. അല്ലെങ്കിൽ ഒരു തടവ് പുള്ളിയുടെ അടുത്ത ബന്ധു മരണപ്പെട്ടു, അങ്ങനെയുള്ള സാഹചര്യത്തിലും എന്ത് ചെയ്യാം? പരോൾ അനുവദിക്കാം. അപ്പോൾ അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായിട്ടുള്ള രോഗം അല്ലെങ്കിൽ മരണം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരോൾ നൽകാം. ഇനി ഉചിതമായിട്ടുള്ള മറ്റേതെങ്കിലും സാഹചര്യത്തിലും പരോൾ നൽകാം. അയാളുടെ വീട് തകർന്നുപോയി, പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് തകർന്നുപോയി എന്ന് വെച്ചോ, അങ്ങനെയുള്ള സാഹചര്യത്തിലും എന്ത് ചെയ്യാം? പരോൾ അനുവദിക്കാം. അതായത് മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ എന്ത് ചെയ്യാം? പരോൾ നൽകാം. അപ്പോൾ പരോളുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ വസ്തുതകൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്, എല്ലാവർക്കും പരോൾ ലഭിക്കുകയില്ല. സൽസ്വഭാവിയായിരിക്കണം എന്നുള്ളത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാകരുത് എന്നുള്ളതും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പരോളിൻ്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പരോളിൻ്റെ കാലാവധി ശിക്ഷയുടെ 1/3 കൂടരുത്. പരോൾ ഈ പറഞ്ഞ ഒരിക്കൽ മാത്രമായിട്ടല്ല, പല കാലങ്ങളിലായിട്ട് അനുവദിക്കും. എന്തായാലും പരോളിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ശിക്ഷയുടെ 1/3 കൂടരുത്, അല്ലെ? പരോള് മാത്രമല്ല തടവ് പുള്ളിക്ക് കിട്ടുന്ന ആനുകൂല്യം, അവർക്ക് എന്തും കിട്ടാറുണ്ട്, അവധിയും കിട്ടാറുണ്ട്. അവധിക്ക് പുറമെയാണ് പരോൾ അനുവദിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അവധി എന്ന് പറയുമ്പോൾ കിട്ടാത്ത സാഹചര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പരോൾ അനുവദിക്കും. അപ്പോൾ പരോൾ എന്ന് പറയുന്നത് ശിക്ഷയുടെ 1/3 കൂടരുത് എന്നുള്ളതാണ്. അപ്പോൾ 3 കൊല്ലത്തേക്ക് ശിക്ഷിച്ച ഒരാൾക്ക് 1.5 കൊല്ലത്തേക്ക് പരോൾ അനുവദിക്കാനായിട്ട് പറ്റത്തില്ല. പരമാവധി പറ്റുന്നത് 1 കൊല്ലത്തേക്കാണ്, അല്ലെ? ഇവിടെ ഈ പറഞ്ഞ സംഗതിയുമായിട്ട് പൊരുത്തപ്പെടുത്തി പറയുമ്പോൾ 1 കൊല്ലത്തേക്കാണ്. അതായത് അവധിയും പരോളും പിന്നെ അത് കഴിഞ്ഞിട്ട് ശിക്ഷ ചിലപ്പോൾ കുറയ്ക്കും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1/3 കൂടുതലാകാൻ പാടില്ല. അപ്പോൾ പരോളിനൊരു കാലാവധിയുണ്ട്, എത്ര വരെ കൊടുക്കാം എന്നുള്ള ഒരു കാലാവധിയുണ്ട്. അത് ശിക്ഷയുടെ മൊത്തം കാലാവധിയുടെ 1/3 കൂടാൻ പാടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് പരോളിന് ഒരാളെ വിട്ടു, ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ ഒരു തടവ് പുള്ളിയെ പരോളിൽ വിട്ടു. പരോളിൽ വിട്ടാൽ അയാൾ വാക്ക് നൽകിയിട്ടാണ് പോകുന്നത്, തിരിച്ചു വന്നോളാം, അല്ലെ? പക്ഷേ വ്യവസ്ഥകൾ പാലിക്കുന്നില്ല, അയാൾ തിരിച്ചു വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അയാളെ പിന്നീട് പോലീസ് പിടികൂടും, അല്ലെ? പിടികൂടി വീണ്ടും ജയിലിൽ കൊണ്ടുവരും. അപ്പോൾ അതിനൊരു ശിക്ഷയുണ്ട്. പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അതിനൊരു ശിക്ഷയുണ്ട്.
ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ 2 കൊല്ലം വരെ ആകാം. ആ ശിക്ഷ 2 കൊല്ലം വരെ ആകാം, അല്ലെങ്കിൽ പിഴയാകാം. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ താമസിച്ചാണെങ്കിൽ ചിലപ്പോൾ പിഴയിൽ ഒതുങ്ങും. അപ്പൊ 2 കൊല്ലം വരെ ശിക്ഷയാകാം, പിഴയാകാം. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചും ആകാം. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകാം. അത് ആ പരോൾ വ്യവസ്ഥ എത്രത്തോളം ലംഘിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. അപ്പോൾ പരോൾ ലംഘിച്ചാൽ ശിക്ഷയുണ്ടോ? ശിക്ഷയുണ്ട്. എത്ര വരെ ശിക്ഷയാകാം? 2 വർഷം വരെ ശിക്ഷയാകാം. അതോടൊപ്പം പിഴയാകാമോ? പിഴയാകാം. ചിലപ്പോൾ പിഴ മാത്രമാകും, അല്ലെങ്കിൽ 2 വർഷം വരെ ശിക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചാകാം, അല്ലെ? അപ്പോൾ 10 കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു തടവ് പുള്ളിയാണ്. ഇപ്പോൾ ഈ 2 കൊല്ലം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മൊത്തം എത്ര കൊല്ലം കിടക്കണം? 12 കൊല്ലം കൂട്ടി കിടക്കേണ്ടി വരും, അല്ലെ? അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. 2 വർഷം വരെ ആകാവുന്ന കാലയളവിലേക്ക് തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ പരോൾ വ്യവസ്ഥ ലംഘിക്കുന്ന ഒരു തടവ് പുള്ളി എന്ത് ചെയ്യണം? അനുഭവിക്കണം, ശിക്ഷയായിട്ട് അനുഭവിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാലാവധി തികയുന്നതിന് മുമ്പ് ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട തടവുകാരനെ മോചിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണ്? അതായത് പ്രീ മെച്വർ റിലീസിനുള്ള അവകാശം ആർക്കാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അത് സംസ്ഥാന സർക്കാരിനാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ എളുപ്പമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ചോയ്സ് നോക്ക്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ, ജയിൽ സൂപ്രണ്ട്, അച്ചടക്ക സമിതി എന്നൊക്കെ തന്നിരിക്കുകയാണ്. അപ്പൊ ആശയക്കുഴപ്പം വരും. അവിടെ ശ്രദ്ധിച്ചോണം. പരോളിനും ആർക്കാണ് അവകാശം? സംസ്ഥാന സർക്കാരിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ജയിലില് തടവ് പുള്ളികളുടെ പരാതികൾ, നിവേദനങ്ങൾ ഒക്കെ സ്വീകരിക്കുന്നതിന് ഒരു സമിതിയുണ്ട്. ജയിൽ തടവ് പുള്ളികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ നിവേദനങ്ങളോ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിയുണ്ട്. അതാണ് പരാതി പരിഹാര സമിതി. ഈ പരാതി പരിഹാര സമിതി 3 മാസത്തിലൊരിക്കൽ യോഗം ചേരണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ജയിലില് തടവ് പുള്ളികളുടെ പരാതികളും നിവേദനങ്ങളും സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താണ് ആ സംവിധാനം? പരാതി പരിഹാര സമിതി. ആ പരാതി പരിഹാര സമിതി യോഗം ചേരണം. എത്ര മാസത്തിലൊരിക്കൽ യോഗം ചേരണം എന്ന് ചോദിച്ചാൽ 3 മാസത്തിലൊരിക്കൽ യോഗം ചേരണം. അപ്പൊ ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിച്ച് വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തോട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ചോദ്യം ഉണ്ടാവും. ജയിൽ ഉപദേശക സമിതി. ജയിൽ ഉപദേശക സമിതിയിലെ അംഗങ്ങൾ എത്ര പേരാണ്? ജയിൽ ഉപദേശക സമിതിയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ടുള്ളത്? ജയിൽ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജയിൽ ഉപദേശക സമിതിയുടെ കോറം എത്രയാണ്? ജയിൽ ഉപദേശക സമിതിയുടെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉള്ളത് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വെക്കണം. ജയിൽ ഉപദേശക സമിതി. ഇതുപോലൊരു സമിതിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജയിൽ അച്ചടക്ക സമിതി. ആ ജയിൽ അച്ചടക്ക സമിതിയിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജയിൽ സൂപ്രണ്ടാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ജയിൽ അച്ചടക്ക സമിതിയിൽ ജയിൽ സൂപ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ജോയിന്റ് സൂപ്രണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെൽഫെയർ ഓഫീസർ അതിനകത്ത് അംഗമാണ്, മെഡിക്കൽ ഓഫീസർ അംഗമാണ്. അങ്ങനെ 4 പേര് ജയിൽ അച്ചടക്ക സമിതിയിലുണ്ട്. ആ ജയിൽ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജയിൽ സൂപ്രണ്ടാണ് എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇത് വേറൊരു സമിതിയാണ്, ജയിൽ ഉപദേശക സമിതി. ഞാൻ നേരത്തെ പറഞ്ഞു പരോൾ അനുവദിക്കും എന്ന് പറഞ്ഞു. പ്രീ മെച്വർ റിലീസ് അത് പറ്റുമെന്ന് പറഞ്ഞു. അത് ആർക്ക് പറ്റും? സംസ്ഥാന സർക്കാരിന് പറ്റുമെന്ന് പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇത് വെറുതെ ചെയ്യുന്നതല്ല. ഒരു ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ നടപടികളൊക്കെ സ്വീകരിക്കുന്നത്. പരോൾ അനുവദിക്കുന്നതും അല്ലാതെ ഈ പറഞ്ഞ ആൾക്കാരുടെ തടവ് പുള്ളികളുടെ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കുന്നതുമൊക്കെ ഒരു ഉപദേശക സമിതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിർദ്ദേശം കൊടുക്കുന്ന സമിതിയാണ് ജയിൽ ഉപദേശക സമിതി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരാണ് ശിക്ഷയൊക്കെ കുറച്ച് കൊടുക്കാൻ എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് കൊടുക്കുന്നത്. പരോള് കൊടുക്കാൻ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇവരാണ്. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺ. ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ലാ കളക്ടർ. ഏത് ജയിലാണ്, ആ ജയിൽ ഏത് ജില്ലയിലാണ്, അവിടുത്തെ കളക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ലാ പോലീസ് മേധാവി. ജില്ലാ
പോലീസ് മേധാവി. ഓർത്തോണം, ഏത് ജില്ലയിലാണ് ജയില് ആ ജില്ലയിലെ പോലീസ് മേധാവി ഈ ജയിൽ ഉപദേശക സമിതിയിൽ അംഗമായിരിക്കും, അല്ലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ലാ സെഷൻസ് ജഡ്ജ്. എല്ലാ ജില്ലയാണ് പറയുന്നത്, ജില്ലാ സെഷൻസ് ജഡ്ജ്, അല്ലെ. ജില്ലാ സെഷൻസ് ജഡ്ജ് ഇതിനകത്ത് അംഗമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ജയിൽ സൂപ്രണ്ട് അംഗമായിരിക്കും. തടവ് പുള്ളി ഏത് ജയിലിലെ ആളാണോ ആ പറഞ്ഞ ജയിലിലെ ജയിൽ സൂപ്രണ്ട് അംഗമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ. ജില്ലാ പ്രൊബേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഓഫീസർ, അദ്ദേഹവും ഇതിനകത്ത് അംഗമായിരിക്കും. അപ്പോൾ ഞാൻ 6 പേരുടെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ആരുടെ കാര്യമൊക്കെയാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജില്ലാ സെഷൻസ് ജഡ്ജ്, ജയിൽ സൂപ്രണ്ട്, ജില്ലാ പ്രൊബേഷൻ ഓഫീസർ. ഇതെല്ലാം ഈ പറഞ്ഞ ജില്ലയാണ് എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ജയിൽ സൂപ്രണ്ട് പറയുമ്പോൾ ആ കാര്യം വേറെയാണ്. ജില്ലാ കളക്ടർ അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ അത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് അത് വേറെയാണ്. ബാക്കിയെല്ലാം നമ്മൾ ജില്ലാ ഓഫീസർ എന്നാണ് പറഞ്ഞത്. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ബാക്കിയുള്ള അംഗങ്ങളുടെ കാര്യത്തിലൊക്കെ പറഞ്ഞത് എന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇതിനകത്ത് ഞാൻ പോലീസ് DGP എന്ന് പറഞ്ഞിട്ടില്ല. പോലീസ് DGP ഇതിനകത്ത് അംഗമല്ല. ഈ 6 പേരിൽ പോലീസ് DGP വരുന്നില്ല. പകരം വരുന്ന ആരാണ്? ജില്ലാ പോലീസ് മേധാവിയാണെന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ 6 പേരായി. 6 പേര് മാത്രമല്ല, ഇനി ഒരു 3 പേര് കൂടിയുണ്ട്. ആ 3 പേരാരെന്ന് ചോദിച്ചാൽ സർക്കാർ നിയമിക്കുന്ന 3 ഔദ്യോഗിക ഇതര അംഗങ്ങളാണ്. സർക്കാർ നിയമിക്കുന്ന 3 ഔദ്യോഗിക ഇതര അംഗങ്ങളാണ്. ഇവരൊക്കെ ഈ പറഞ്ഞ ഔദ്യോഗിക അംഗങ്ങളാണ്, ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇവരെ കൂടാതെ സർക്കാർ നിയമിക്കുന്ന 3 ഔദ്യോഗിക ഇതര അംഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ജയിൽ ഉപദേശക സമിതിയിൽ ആകെ എത്ര അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 3 പേരും കൂടെ കൂടുമ്പോൾ മൊത്തം 9 പേരാണ്. ജയിൽ ഉപദേശക സമിതിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 9 അംഗങ്ങൾ എന്ന് തന്നെ പറയണം. ആ 3 പേരെയും കൂടെ കൂട്ടിയിട്ടാണ് പറയേണ്ടത് 9 അംഗങ്ങൾ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ജയിൽ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ ആര് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിരിക്കും. ജയിൽ ഉപദേശക സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കണം. ജയിൽ ഉപദേശക സമിതി യോഗം ചേരേണ്ടത് 6 മാസത്തിൽ ഒരിക്കലാണ്, അല്ലെ. ജയിലിലെ പരാതി പരിഹാര സമിതി യോഗം ചേരേണ്ടത് 3 മാസത്തിൽ ഒരിക്കലാണ്. പക്ഷേ ജയിൽ ഉപദേശക സമിതി യോഗം ചേരേണ്ടത് 6 മാസത്തിൽ ഒരിക്കലാണ്. ഇത്രയും ഉദ്യോഗസ്ഥരുടെ കാര്യം നിങ്ങൾക്ക് അറിയാം, അവരുടെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 മാസത്തിൽ ഒരിക്കൽ എന്ന് പറയുന്നത് വയബിൾ ആവത്തില്ല. 6 മാസത്തിൽ ഒരിക്കൽ ജയിൽ ഉപദേശക സമിതി എന്ത് ചെയ്യണം? യോഗം ചേരണം. അതിൻ്റെ അധ്യക്ഷനാര്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനൊരു കോറമുണ്ട്. 9 അംഗങ്ങളാണുള്ളത്. അപ്പോൾ അതിനൊരു കോറം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കോറം എന്ന് പറയുന്നത് 4 ആണ്. ജയിൽ ഉപദേശക സമിതിയുടെ കോറം എന്ന് പറയുന്നത് 4 ആണ്. ആ 4 എന്ന് പറയുമ്പോൾ 3+1 ആണ്. 3+1 എന്ന് പറയുമ്പോൾ ഔദ്യോഗിക ഇതര അംഗങ്ങളിൽ 3 പേരുണ്ടല്ലോ, അതിൽ ഒരാൾ കൂടി ഉണ്ടായിരിക്കണം. അതായത് 3+1 3 ഔദ്യോഗിക അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഔദ്യോഗിക ഇതര അംഗങ്ങളിൽ ഒരാളും കൂടി ഉണ്ടായിരിക്കണം. അതായത് 4 പേരാണ് ഈ പറഞ്ഞ കോറം എന്ന് പറയുമ്പോൾ ഔദ്യോഗിക ഇതര അംഗങ്ങളിൽ ഒരാൾ കൂടി അതിനകത്ത് ഉണ്ടായിരിക്കണം. മൊത്തം 4. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭാഗത്തുനിന്ന് ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് കളയരുത്, ആ ഒരു മാർക്ക് കളയരുത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു തടവുകാരനെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചോണം. ഒരു സാമ്പിൾ ചോദ്യമാണ് ഇപ്പോൾ തന്നത്. കാലാവധി തീരുന്നതിന് മുമ്പേ ഒരു തടവുകാരനെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ജയിൽ വകുപ്പ് മേധാവി അധ്യക്ഷനായുള്ള ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സർക്കാരിന് വിട്ടയക്കാം. നമ്മൾ മനസ്സിലാക്കിയതാണ്, അത് ശരിയായ പ്രസ്താവനയാണ്. ശരിയായ പ്രസ്താവനയാണ്. കൂടുതൽ ഞാൻ അത് വിശദീകരിക്കുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അല്ലെ. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നോക്ക്. ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടാതെ തന്നെ സർക്കാരിന് സ്വയം വിട്ടയക്കാം. ആ പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ളതാണ്, അല്ലെ. ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടാതെ തന്നെ സർക്കാരിന് സ്വയം വിട്ടയക്കാം. ശരിയോ തെറ്റോ? നിങ്ങൾ തെറ്റെന്ന് പറയാനാണ് സാധ്യത. അല്ല, സർക്കാരിന് വിട്ടയക്കാം. ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് വേണമെന്നൊന്നും ഇല്ല. അല്ലാതെയും ഈ പറഞ്ഞ സർക്കാരിന് എന്ത് ചെയ്യാം? വിട്ടയക്കാം. അപ്പൊ ഇവിടെ 2 പ്രസ്താവനകളും ശരിയാണ്.
അപ്പോൾ പരോള് കൊടുക്കാം, അതുപോലെ തന്നെ പ്രീമെച്യൂർ റിലീസ് ചെയ്യാം. അതിന് ജയിൽ ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് പ്രധാനമാണ്. റിപ്പോർട്ട് ഇല്ലാതെയും സർക്കാരിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവനകളും എന്താണ്, ശരിയാണ്, ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോർസ്റ്റൽ സ്കൂൾ. കേരളത്തിൽ ഒരേ ഒരു ബോർസ്റ്റൽ സ്കൂളേ ഉള്ളൂ. അത് എവിടെയാണെന്നും പഠിച്ചു, തൃക്കാക്കര. അതുമായി ബന്ധപ്പെട്ട ആക്ട്, കേരള ബോർസ്റ്റൽ സ്കൂൾ ആക്ട്, കേരള നിയമസഭ പാസ്സാക്കുന്നത് ഏത് വർഷമാണ്? കേരള ബോർസ്റ്റൽ സ്കൂൾ ആക്ട് കേരള നിയമസഭ പാസ്സാക്കുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1961-ലാണ്. 1961. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ജയിൽ ഉപദേശക സമിതി പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ജയിൽ അച്ചടക്ക സമിതി പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ബോർസ്റ്റൽ സ്കൂൾ. അപ്പോൾ അവിടെ തൃക്കാക്കരയിൽ ഒരു ബോർസ്റ്റൽ സ്കൂൾ ഉണ്ട് എന്ന് പഠിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അല്ലാതെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു വെക്കണം. അതാണ് ഈ നിയമം. കേരള ബോർസ്റ്റൽ സ്കൂൾ ആക്ട് കേരള നിയമസഭ പാസ്സാക്കിയത് 1961-ലാണ്. അത് ആ ചോദ്യമൊക്കെ പ്രസ്താവന രീതിയിൽ പ്രതീക്ഷിച്ചോണ്ടാൽ മതി. 1961-ലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ബോർസ്റ്റൽ സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയുണ്ട്. നമ്മൾ ജയിലിൻ്റെ കാര്യത്തിൽ ജയിൽ ഉപദേശക സമിതി എന്ന് പഠിച്ചതുപോലെ ബോർസ്റ്റൽ സ്കൂളിലെ തടവുകാരുടെ അത് ഈ പറഞ്ഞ കുറ്റവാളികളാണ്, കൗമാരപ്രായത്തിലുള്ള കുറ്റവാളികളാണ്. അവരുടെ ശിക്ഷാ കാലയളവൊക്കെ ഇളവ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു സമിതിയുണ്ട്. ഈ സമിതിയാണ് ബോർസ്റ്റൽ സ്കൂൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് അവിടുത്തെ ഈ പറഞ്ഞ കുറ്റവാളികളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതും ആ ബോർസ്റ്റൽ സ്കൂളിൻ്റെ പ്രവർത്തനമൊക്കെ മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കുന്നതുമൊക്കെ ആരാണ്? വിസിറ്റിംഗ് സമിതി എന്ന് പറയുന്ന ഒരു സമിതിയാണ്. അപ്പോൾ വിസിറ്റിംഗ് സമിതി എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട്. ആ സമിതി ജയിൽ സാധാരണ അടഞ്ഞ ജയിലുമായി ബന്ധപ്പെട്ടതല്ല, അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ബോർസ്റ്റൽ സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. വിസിറ്റിംഗ് സമിതി ബോർസ്റ്റൽ സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. അത് പ്രായപൂർത്തിയായ തടവുകാരുമായി ബന്ധപ്പെട്ട ജയിലുകളെ കുറിച്ചുള്ളതല്ല, അത് ബോർസ്റ്റൽ സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വിസിറ്റിംഗ് സമിതി അപ്പോൾ ശിക്ഷാ കാലാവധിയിൽ ഇളവ് നൽകുന്നതിന് ശുപാർശ ചെയ്യുന്നത് വിസിറ്റിംഗ് കമ്മിറ്റിയാണ്. ശിക്ഷാ കാലാവധിയിൽ ഇളവ് നൽകുന്നത് അതിന് ശുപാർശ ചെയ്യുന്നത് ആരാണ്? വിസിറ്റിംഗ് കമ്മിറ്റിയാണ്. അപ്പോൾ വിസിറ്റിംഗ് കമ്മിറ്റി എവിടെയാണ്? ബോർസ്റ്റൽ സ്കൂളിലാണ്. ജയിൽ ഉപദേശക സമിതി സാധാരണഗതിയിൽ പ്രായപൂർത്തിയായ തടവുകാരുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്ന കമ്മിറ്റിയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ബോർസ്റ്റൽ സ്കൂളിൽ ചെയ്യുന്നത് വിസിറ്റിംഗ് സമിതിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബോർസ്റ്റൽ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ബോർസ്റ്റൽ സ്കൂൾ സ്ഥാപിക്കപ്പെടുന്നത് 1926-ലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബോർസ്റ്റൽ സ്കൂൾ സ്ഥാപിക്കുന്നത് 1926-ലാണ്. അത് പഞ്ചാബിലാണ്. ലോകത്തിലെ ആദ്യത്തെ ബോർസ്റ്റൽ സ്കൂൾ വന്നത് എവിടെയാണ്? സ്ഥലം പറയും ചിലപ്പോൾ. ലോകത്തിലെ ആദ്യത്തെ ബോർസ്റ്റൽ സ്കൂൾ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബോർസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബോർസ്റ്റൽ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ബോർസ്റ്റൽ, ഇംഗ്ലണ്ടിൽ ബോർസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു ജയിൽ ആദ്യം വന്നത്. അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ജയിൽ വന്നത്. അതുകൊണ്ടാണ് ബോർസ്റ്റൽ ജയിൽ എന്ന് പിന്നീട് പറഞ്ഞു വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഓർക്കുക. ബോർസ്റ്റൽ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ ബോർസ്റ്റൽ സ്കൂൾ ഒരാൾ സ്ഥാപിച്ചത്. നമുക്ക് അതിനകത്തോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ബോർസ്റ്റൽ സ്കൂൾ സ്ഥാപിച്ചത് 1926-ലാണ്. അതെവിടെ എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? പഞ്ചാബിലാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ബോർസ്റ്റൽ സ്കൂളുകളുടെ പിതാവ്, ഇയാളാണ് ആദ്യത്തെ ബോർസ്റ്റൽ സ്കൂൾ സ്ഥാപിച്ചത്. ബോർസ്റ്റൽ സ്കൂളുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ സർ എവലിൻ റഗിൾസ് ബ്രൈസ്. ആരാണ്? സർ എവലിൻ റഗിൾസ് ബ്രൈസ് ആണ് ബോർസ്റ്റൽ സ്കൂളുകളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പേര് ശ്രദ്ധിച്ചു വയ്ക്കണം, എവലിൻ റഗിൾസ് ബ്രൈസ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. 1952 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരം ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ ജയിലുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു UN കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്ത് എന്ന് ചോദിക്കും. 1952 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ
ക്ഷണപ്രകാരം ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യയിലെ ജയിലുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്ത UN ഐക്യരാഷ്ട്ര സംഘടനയുടെ എന്താണ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധൻ. കറക്ഷണൽ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അറിയാം, സംശുദ്ധീകരണം. ജയിലിലെ തടവ് പുള്ളികൾക്ക് ഉണ്ടാക്കേണ്ടത് എന്താണ്? സംശുദ്ധീകരണം. അപ്പോൾ ആ UN കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധൻ ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഡോക്ടർ വാർട്ടർ സി റെക്ലസ്. ആരാണ്? ഡോക്ടർ വാർട്ടർ സി റെക്ലസ് അല്ലെ. അപ്പം ബ്രൈസും റെക്ലസും മാറിപ്പോരുത്. ബ്രൈസ് എന്ന് പറയുന്നത് ബോസ്റ്റൺ സ്കൂളുകളുടെ പിതാവാണ്. റെക്ലസ് എന്ന് പറയുന്നത് UN കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടാണ് ജയിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ജയിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. 1952 ഇന്ത്യയിലെ ജയിലുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ച UN കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധൻ ആര് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഡോക്ടർ വാർട്ടർ സി റെക്ലസ് അല്ലെ. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടാണ് ജയിൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിലുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷൻ ഏതാണ്, അല്ലെങ്കിൽ കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് AN മുള്ള കമ്മിറ്റി. ജസ്റ്റിസ് AN മുള്ള കമ്മിറ്റി 1980. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജയിലുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റി ഏത് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് AN മുള്ള കമ്മിറ്റിയാണ്. 1980. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1980. ഇനി അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ തടവുകാരെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ നിയമിച്ച കമ്മിറ്റിയുണ്ട്. അങ്ങനെ ഒരു കമ്മിറ്റി 1986 നിയമിച്ചു. ആ കമ്മിറ്റിയുടെ തലവൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യറാണ്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അപ്പോൾ ഇന്ത്യയിലെ വനിതാ തടവുകാരെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 1986 ആദ്യമായി നിയമിക്കപ്പെട്ട കമ്മിറ്റി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. രണ്ടിടത്തും ആദ്യമായി എന്നുള്ള വാക്കുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ജയിലുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഏത്? ജസ്റ്റിസ് AN മുള്ള കമ്മിറ്റി. അത് 1980. ഇന്ത്യയിൽ ആദ്യമായി വനിതാ തടവുകാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ കമ്മിറ്റി. അതെന്നാണ്? 1986. ആ കമ്മിറ്റിയെ പറയുന്നത് നാഷണൽ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ വുമൺ പ്രിസണേഴ്സ് എന്നാണ്. ആ കമ്മിറ്റിയെ കൃഷ്ണയ്യർ കമ്മിറ്റി എന്നും വിളിക്കാറുണ്ട്. ഇനി ഇതുപോലെ കേരളത്തിലെ ചില കമ്മിറ്റികളുണ്ട്, ശ്രദ്ധിച്ചു വെക്കണം. കേരളത്തിലെ ജയിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ ജയിലുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നിയമിച്ച ആദ്യത്തെ കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് 1991-93 കാലഘട്ടത്തിൽ ഏത് കമ്മിറ്റിയാണ്? AP ഉദയഭാനു കമ്മിറ്റി. കേരളത്തിലെ ജയിലുകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നിയമിച്ച ആദ്യത്തെ കമ്മിറ്റി 1993 നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ്. ഏതാണ്? AP ഉദയഭാനു കമ്മിറ്റി. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. അടുത്തത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. 2017 കേരളത്തിലെ ജയിലുകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി. അത് 2017 91-93 കാലഘട്ടത്തിലാണ് ആദ്യത്തെ കമ്മിറ്റി AP ഉദയഭാനു കമ്മിറ്റി. 2017 വേറൊരു കമ്മിറ്റി വെച്ചു. അത് രണ്ടാമത്തെ കമ്മിറ്റി അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി. 2017 അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് AN മുള്ളയുടെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞ കമ്മിറ്റി റിപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജയിലിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ സർക്കാർ ആദ്യമായിട്ട് നിയമിച്ച AN മുള്ള കമ്മിറ്റിയും പ്രധാനപ്പെട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വനിതാ തടവുകാരെ കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ സർക്കാർ നിയമിച്ച ആദ്യത്തെ കമ്മിറ്റി ജസ്റ്റിസ് കൃഷ്ണയ്യർ കമ്മിറ്റിയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വയ്ക്കണം. അപ്പോൾ അത് 2017 ഏത്? ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് കമ്മിറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ ആരാണ്?
ഇന്നും നമ്മൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് പറയും അല്ലേ. ഈ പറഞ്ഞ ജയിൽ വകുപ്പിൻ്റെ തലവനെ നമ്മൾ പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബൽറാം കുമാർ ഉപാധ്യായ അല്ലേ. വേറൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജി രാമചന്ദ്ര പിള്ള. അതായത് കേരളത്തിലെ ആദ്യത്തെ ജയിൽ പരിശീലന സ്കൂൾ, കേരളത്തിലെ ആദ്യത്തെ ജയിൽ പരിശീലന സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ആര്, ജി രാമചന്ദ്ര പിള്ള. അതുപോലെ ഒരു പേര് ശ്രദ്ധിച്ചു വെക്കണം, കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ, അതായത് പഴയ ജയിൽ വകുപ്പിൻ്റെ മേധാവി. അന്ന് ഇൻസ്പെക്ടർ ജനറൽ എന്നായിരുന്നു ആ സ്ഥാനപ്പേര്. ആരെന്ന് ചോദിച്ചാൽ AV ജോൺ ആണ്. ആരാണ്? AV ജോൺ. നമ്മൾ നേരത്തെ UN കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ വിദഗ്ധൻ്റെ പേര് പറഞ്ഞായിരുന്നു, വാർട്ടർ C റെക്ലസ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണമൊക്കെ കിട്ടിയ ഒരാളാണ് AV ജോൺ. കേരളത്തിലെ ആദ്യത്തെ ജയിൽ ഇൻസ്പെക്ടർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? AV ജോൺ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിനകത്ത് പറഞ്ഞത്. അതെല്ലാം ഈ പറഞ്ഞ് പഠിച്ചു വെക്കണം. ചില കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ചില പേരുകളൊക്കെ ബ്രൈസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് റെക്ലസ്, AV ജോൺ, അതുപോലെ ചില പേരുകളൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ഇതൊരിക്കൽ കൂടി കേൾക്കുക, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അതെല്ലാം ഈ പറഞ്ഞ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. ക്ലാസ് കേട്ടതിന് ശേഷം ഈ പുസ്തകം എടുത്ത് വെച്ചൊന്ന് വായിച്ചു നോക്കണം. വായിച്ച് തീരുമ്പോൾ പഠിച്ചും തീരും. അങ്ങനെ ഒരു പുസ്തകമാണ്. 85 രൂപ മാത്രം വിലയുള്ള പുസ്തകമാണ്. പെട്ടെന്ന് വായിച്ച് പഠിക്കാൻ പറ്റുന്ന പുസ്തകമാണ്. ഒരുപാട് പേര് പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരാളും ഈ പുസ്തകത്തിനെ കുറിച്ച് മോശം പറയത്തില്ല. കാര്യം അത്രയും പെയിൻ എടുത്ത് ഞാൻ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. ആവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചാൽ മതി എന്ന് വാശി പിടിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഈ പുസ്തകം 85 രൂപയാണ്. കുറച്ച് പേജേ ഉള്ളൂ. കുറച്ച് പേജ് എന്ന് പറയുമ്പോഴത്തേക്കും പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ കുറച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങളൊരു കുറവ് കാണരുത്, അതിനകത്തൊരു മിടുക്കുണ്ട്. ഈ ഏതാണ് വേണ്ടത് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ച് അത് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്. പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഈ പറഞ്ഞ 900 പേജുകൾ ഒരു പുസ്തകത്തിലുണ്ടാവും. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സ്വാംശീകരിച്ച് വച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതൊരു മിടുക്കാണ്. ആ മിടുക്കിന് നിങ്ങൾ 85 രൂപ മാത്രം തൽക്കാലം കൊടുത്താൽ മതി. ഈ പുസ്തകം വേണമെങ്കിൽ ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ ഈ പറഞ്ഞ UPI ID-യിലോട്ട് നിങ്ങൾക്ക് 85 രൂപ ഗൂഗിൾ പേ വഴി ചെയ്യാം. ചെയ്തിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ്, ആ അഡ്രസ്സിനകത്ത് നിർബന്ധമായിട്ടും പിൻകോഡ് ഉണ്ടാവണം, 2 ഫോൺ നമ്പർ ഉണ്ടാവണം. ഫോൺ നമ്പർ കൃത്യമായിരിക്കണം. ഫോൺ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ ഈ പുസ്തകം കിട്ടാൻ ഒരുപാട് താമസം എടുക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവർ വിളിക്കും, അതായത് കൊറിയറുകാരാണ്, അവർ നിങ്ങളെ വിളിക്കും. നിങ്ങൾ കൃത്യസമയത്ത് ഫോൺ എടുക്കണം. ഫോൺ എടുത്താൽ മാത്രമേ കൃത്യസമയത്ത് നിങ്ങൾക്ക് പുസ്തകം കിട്ടൂ. അപ്പോൾ നിങ്ങളുടെ കൃത്യമായ അഡ്രസ്സ്, അതുപോലെ തന്നെ പിൻകോഡ്, വിളിച്ചാൽ കിട്ടുന്ന ഒരു 2 ഫോൺ നമ്പരെങ്കിലും അതിനകത്ത് വയ്ക്കുക. വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ UPI ID-യിലോട്ട് 85 രൂപ ഇട്ട് ആ അഡ്രസ്സ് അയച്ചാൽ മതി. വേറൊരു കാര്യവുമില്ല, ഞങ്ങൾ പുസ്തകം അയച്ചോളാം. അപ്പോൾ പുസ്തകം വളരെ കുറച്ച് പുസ്തകമാണുള്ളത്. എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേയ്മെൻറ്റ് ചെയ്ത് പുസ്തകം കരസ്ഥമാക്കുകയോ ചെയ്യുക. അതവിടെ നിൽക്കട്ടെ. പുസ്തകം വാങ്ങിക്കുക വാങ്ങിക്കാതിരിക്കുകയൊക്കെ നിങ്ങളുടെ ഈ പറഞ്ഞ ഇഷ്ടമാണ്. പക്ഷേ നമ്മളിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ അല്ലയോ, അത് നിങ്ങൾക്ക് ഗുണം ചെയ്തോ അല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ക്ലാസ്സിനെ വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ മറ്റുള്ളവരിലോട്ട് എത്തിക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാനായിട്ട് കഴിയൂ. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ടോപ്പിക് പൂർത്തിയാക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.